എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗാധരൻ ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോരുന്നു. ഈ സമയം അലീന രാവിലെ എല്ലാവർക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഗംഗാധരൻ ഇറങ്ങി വരുമ്പം മനു ചോദിക്കുന്നുണ്ട് എന്തായി സംസാരിച്ചോ എന്ന്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് പകയാണ്, പകയങ്ങ് അടങ്ങുന്നില്ല എന്ന് പറയുമ്പം ആരോടാണ് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട് എല്ലാവരോടും, പ്രത്യേകിച്ച് വൈജയോട് അതങ്ങ് അടങ്ങുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് ഒരു മാർഗവും ഇല്ലേ, ഇനി ഇതൊന്ന് മാറിക്കിട്ടാൻ ഒരു മാർഗവും ഇല്ലേ എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയുവാണ് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ വൈജ, അവൾ വിചാരിച്ചാൽ ഇതിന് മാറ്റം ഉണ്ടാവും, അവൾ മാറണം, അവൾ അലിയണം, എല്ലാം മറന്ന് എല്ലാവരെയും സ്നേഹിക്കണം, അപ്പോഴേ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് ഗംഗാധരൻ പറയുമ്പം മനു പറയുന്നുണ്ട് പിന്നെ ആൻറ്റിയല്ലേ, ഒരു മില്ലിമീറ്റർ മാറിയേല ആൻറ്റിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് അവൾ മാറിയേ പറ്റൂ, അല്ലാതെ ഒരു കാര്യങ്ങളും ഇനി മുന്നോട്ട് പോവുകയില്ല, ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്താലോ എന്ന്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അത് ശരിയാകിയല്ല, ഈ ദ്രോഹം മൊത്തം ചെയ്ത് സ്വന്തം മകളോടാണ് എന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷം അവൾ തകർന്നു പോകും. പിന്നെ ബാലേന്ദ്രനെ ഫേസ് ചെയ്യാൻ, നമ്മളെയൊക്കെ ഫേസ് ചെയ്യാൻ അവൾക്ക് പറ്റുമോ, പിന്നീട് അവൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും, അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുവാണ് മനുവിനോട്. അന്നേരം അലീന പറയും അയ്യോ ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട മോളെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം, ഇനി മോൾ അതിന് വേണ്ടി കഷ്ടപ്പെടണ്ട എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇനി കഴിക്കാതെ പോയാലാണ് വിഷമമാകുന്നത് എന്ന്. അപ്പോഴത്തേക്കും ബാലേന്ദ്രനും ഇറങ്ങി വരുവേ. അന്നേരം ബാലേന്ദ്രനോട് എവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് എന്ന് പറയും. അന്നേരം അലീന വന്നിട്ട് അച്ഛ എല്ലാവരും ഫുഡ് കഴിക്കാൻ കഴിച്ചിട്ട് പോകാവുള്ളൂ, ഞാൻ ഇത് എടുത്ത് വെക്കുവാണ് എന്ന് പറയും. അലീന ഫുഡ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഗംഗാധരൻ ഒരു മടി. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഭാഗ്യം കേട്ടാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം, നമുക്കിടയിലുള്ള കയ്പ് ഫുഡിലേക്ക് നമുക്ക് വരുത്തണ്ട എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുവാണേ. അന്നേരം മനു പറയുന്നുണ്ട് അങ്കിള് ഹോസ്പിറ്റലിലേക്കാണ്, ഇനി ഞാൻ വരണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അന്നേരം ആണോ, എന്നാൽ ഞാൻ ബാലേന്ദ്രൻ്റെ കൂടെ പൊക്കോളാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും കൂടെ പോരെ, എന്നിട്ട് അവിടുന്ന് പോകണമെങ്കിൽ ടാക്സി വിളിച്ച് ഞാൻ തന്നെ തന്നോളാം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട് ഗംഗാധരൻ്റെ ലഗേജൊക്കെ എൻ്റെ വണ്ടിയിലേക്ക് എടുത്തു വെച്ചേക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവർ ഫുഡ് കഴിച്ച് അവിടുന്ന് എഴുന്നേൽക്കുവാണ്. എന്നിട്ട് ഇറങ്ങി പോരുമ്പം ഗംഗാധരൻ കൃഷ്ണമോളോടും അതുപോലെ അലീനയോടും സംസാരിക്കുന്നുണ്ട്. ഈ സമയം ലഗേജൊക്കെ എടുത്ത് മാറ്റി അപ്പുറത്തെ വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട് മനു. എന്നിട്ട് അലീനയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന്. എന്നിട്ട് കൃഷ്ണമോളെ ഒന്ന് ചേർത്ത് പിടിച്ച് പോവാട്ടൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോരുവാണ്. എന്നിട്ട് ഇറങ്ങി പോരുമ്പോഴും വണ്ടി കയറാൻ തുടങ്ങുമ്പോഴും അലീനയ്ക്കൊരു ടാറ്റയൊക്കെ കൊടുത്ത് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി കയറി അവരോടൊന്ന് പോരുന്നത്. ഏതായാലും അവരങ്ങ് പോയി കഴിഞ്ഞ് മനു തിരിച്ച് ചെല്ലുമ്പോൾ മനു പറയുന്നുണ്ട് വെളിച്ചം വന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമായത്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ എന്നിങ്ങനെ പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട് അത് തന്നെ അന്ന് എന്നെ അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ എന്ത് ചെയ്യാനായിരുന്നു മനുവായിട്ട് അവരുടെ ഉദ്ദേശം, എന്നെ കൊല്ലാനായിരുന്നു എന്ന് ചോദിക്കുമ്പം അതൊക്കെ കഴിഞ്ഞില്ല, ഇനി എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നത്, ബാ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോവാം. അകത്ത് ചെന്ന് കഴിഞ്ഞ് മനു പറയുന്നുണ്ട് ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന നീ എന്നെ ആദ്യം തൊട്ട് പറ്റിക്കുമായിരുന്നു കേട്ടോ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ പറ്റിക്കുമൊന്നും അല്ലായിരുന്നു, എനിക്കതൊന്നും തുറന്നു പറയാനുള്ള അധികാരമോ അല്ലെങ്കിൽ അതിനുള്ള അവകാശവും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, ശരിക്കും പറ്റിച്ചത് മുത്തശ്ശനല്ലേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ശരിക്കും ആ ആളെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും പറയാതെ അങ്ങ് പോയി കളഞ്ഞു, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ഇനിയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആകെ ടെൻഷനാണ്, മാഡം വന്നു കഴിയുമ്പം ഇനി എന്താ തീരുമാനിക്കുന്നത്, ഇവിടെ തന്നെ താമസിക്കുമോ അതോ ഡിവോഴ്സിന് വേണ്ടി മുന്നോട്ട് പോവുമോ, അതൊന്നും അറിയത്തില്ലല്ലോ, അതൊക്കെ ഓർക്കുമ്പം എനിക്ക് ടെൻഷനാണ് എന്ന് പറയുമ്പം മനുവിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ ഈ മാഡം എന്നുള്ള വിളി. അന്നേരം അലീന പറയുന്നുണ്ട് അറിയാവുന്നവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പം അമ്മയെന്ന് പറയണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അറിയാത്തവർ നിൽക്കുമ്പോഴും അത് ആവർത്തിച്ചാലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെയൊന്നും പറയാത്തത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് ശരിക്കും എന്നോട് ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്കതുകൊണ്ട് ദേഷ്യവും സങ്കടമൊന്നും ഉണ്ടാകുന്നില്ല, കാരണം അമ്മയ്ക്കൊന്നും അറിയില്ലല്ലോ എന്ന് ഓർത്തെന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട് അങ്ങനെ സങ്കടവും ദേഷ്യമൊന്നും വരാത്തത് അലീനയെ സ്നേഹിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന കുറച്ച് പേര് ചുറ്റും ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അത് നേരാണ്, ശരിക്കും ഈ സംഭവം ആദ്യമായിട്ട് അച്ഛൻ അറിഞ്ഞപ്പം എനിക്ക് എല്ലാം ഉപേക്ഷിച്ച്
ഉപേക്ഷിച്ച് ഈ വീട്ടിലുള്ള എല്ലാവരെയും ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനാണ് തോന്നിയത്. പക്ഷേ അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ കൃഷ്ണമോളോട് പറഞ്ഞു. അതിനുശേഷം ഇവൾക്ക് എന്നോട് എന്ത് സ്നേഹമായാണെന്നറിയാവോ? ആ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അച്ഛൻ ഇവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ അതൊന്നും കാണിച്ചില്ല എന്ന് പറയും. അതിന് കൃഷ്ണമോൾ പറയുന്നുണ്ട്, കള്ളി, എന്നിട്ട് എല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്നോട് അതൊന്നും പറഞ്ഞില്ലല്ലോ, എൻ്റെ അടുത്ത് അതൊന്നും കാണിച്ചില്ലല്ലോ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്തും കാണിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പ്രശ്നമായാലോ എന്നോർത്താണ് ഞാൻ കാണിക്കാതിരുന്നത്. പക്ഷേ ചില സമയത്ത് ഇവളെന്നെ അത്രത്തോളം സ്നേഹിച്ച് കഴിയുമ്പം ഞാൻ മാറിയിരുന്ന് സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുവാണേ. അന്നേരം മനു പറയുന്നുണ്ട്, അപ്പോഴും ഞാനൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, വെറും പൊട്ടനെ പോലെ ഞാൻ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു എന്ന് പറയും. എന്നിട്ട് മനു തന്നെ പറയുന്നുണ്ട്, ശരിക്കും അലീന ഇത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അങ്കിൾ ഒരു വോയിസ് കേട്ടു, ആ വോയിസ് അലീനെ കേൾപ്പിച്ചു, അത് കഴിഞ്ഞ് കൃഷ്ണമോളോട് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, അല്ലാതെ അലീനയായിട്ട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയുന്നുണ്ട്, നേരാ, പക്ഷെ ഞാൻ ഈ രീതിയിലല്ലാതെ എല്ലാവരോടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണമോളോടും ഭവതിയോടും രോഹിത്തിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചേച്ചിയുടെ സ്ഥാനത്താണ് ഞാൻ എന്ന്. അതുപോലെ സാറിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത് എന്ന്. അതുപോലെ മേഡത്തിനോടും ഞാൻ പറഞ്ഞതാണ് എന്നെ ഒരു മോളെ പോലെ കാണണം, അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അമ്മയെ പോലെയാണ് ഞാൻ മേഡത്തിനെ കാണുന്നതെന്നും പറയുമായിരുന്നു. പക്ഷേ ഇവരാരും അതൊന്നും സത്യമായിട്ട് വിചാരിച്ചില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ശരിയാ അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ എന്നോടൊന്നും പറയാതിരുന്നത്, എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ, അതെന്താ എന്ന് ചോദിക്കുമ്പം എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കൂട്ടോ. അതിൻ്റെ കൂടെ തന്നെ അന്തേക്കും അലീനയ്ക്ക് ഒരു നാണവും ഒരു ചിരിയൊക്കെ വരുവാണ്. അന്നേരം കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അങ്ങ് നിന്നാൽ മതിയല്ലോ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ആരൊക്കെ ഈ കാര്യങ്ങളൊന്നും അറിയരുത് എന്ന് കരുതിയോ അവരെല്ലാം അറിയുകയും ചെയ്തു, എന്നാൽ ഞാൻ അറിയണമെന്ന് കരുതിയ ആൾ അറിഞ്ഞിട്ടുമില്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ആൻറ്റിയെ എങ്ങനെയെങ്കിലും അറിയിക്കണമെന്നുണ്ട്, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ അറിയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്തെങ്കിലും ക്ലൂ കൊടുത്താലോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ പറയാം, ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു രഹസ്യം അറിഞ്ഞു എന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി എന്ന് കരുതിയ ആ കുഞ്ഞ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ കേട്ടു, ഒന്ന് അന്വേഷിച്ചാലോ എന്നുള്ള രീതിയിൽ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അതെങ്ങനെ പറഞ്ഞാലും എൻ്റെ നേർക്കല്ലേ ലാസ്റ്റ് വിരൽ ചൂണ്ടുന്നത്, അതുകൊണ്ട് അത് ശരിയാകിയല്ല മനുവേട്ട എന്ന് പറയുമ്പം എന്താണെങ്കിലും നന്നായിട്ട് ആലോചിച്ച് ഒരു മാർഗം കണ്ടെത്തണം, അല്ലാതെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനു പറയുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഗംഗാധരൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, വൈജയന്തിയെ കാണുന്നില്ലേ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് അവൾക്ക് ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാനാണ്, അല്ലാതെ അകത്ത് ഒരു മുഖംമൂടിയായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ കാണാൻ വേണ്ടി, ആ സ്ത്രീയോടുള്ള പ്രേമം കൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി വരണ്ട, ഞാൻ കയറി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഗംഗാധരൻ അങ്ങോട്ട് പോവാണ്. അവിടെ വൈജയന്തിയുടെ റൂമിൽ ചെന്നതിന് ശേഷം വൈജയന്തിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം നഴ്സ് പറയുന്നുണ്ട്, കുറച്ച് സംസാരിക്കാം, കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വായിൽ നിന്ന് ബ്ലഡ് വരുമെന്ന്. അന്നേരം ഗംഗാധരൻ നഴ്സിനോട് പറയുന്നുണ്ട്, കുറച്ച് സ്വകാര്യമായിട്ട് വൈജയന്തിയോട് സംസാരിക്കണം, ഒന്ന് പുറത്തേക്ക് നിൽക്കാവോ എന്ന് ചോദിക്കും. അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അവരങ്ങ് ഇറങ്ങി പോകുന്നു. പോയി കഴിയുമ്പോൾ വൈജയന്തിയോട് ഗംഗാധരൻ പറയുന്നുണ്ട്, നീ വയ്യാതെ കിടക്കുവാണെങ്കിലും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, സംസാരിക്കാതെ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എടി ശരിക്കും ഈ പ്രശ്നങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് നീ ഒറ്റ ഒരാളല്ലേ, ശരിക്കും അലീന എന്തിനാണ് വീട്ടിലോട്ട് വന്നത്, അമ്മയെ നോക്കാനാണ്, അവൾ അവിടെ നിന്ന് അമ്മയെ നന്നായിട്ട് നോക്കി, അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാറാകുമ്പം അവൾ പോയേനേലോ, അതിന് പകരം നീ അവളെ കൊണ്ട് വീട്ടുജോലി എടുപ്പിക്കാനും വേശ്യയാക്കാനും അതുപോലെ കള്ളിയാക്കാനും അങ്ങനെ പല പരിപാടികൾ നീ ചെയ്തു, അതിൻ്റെയൊക്കെ ഫലമായിട്ടല്ലേ ഇപ്പം ഞാഞ്ഞൂലിനെ ശരിക്കും രാജവെമ്പാലെ പോലെ ആക്കിയെടുത്തത് നീ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അതെ, എല്ലാ തെറ്റും എൻ്റേതാണ്, ഞാൻ സമ്മതിച്ചു എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, എല്ലാ തെറ്റും നിൻ്റെ തന്നെയാണ്, അത് സമ്മതിക്കണം, അത് സമ്മതിക്കുക മാത്രമല്ല അങ്ങനൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ നീ മാറാനും തയ്യാറാകണം എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 3 പേരും കൂടി അലീനെ വീട്ടിൽ ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിർത്തിക്കോളാൻ എന്തുകൊണ്ടാണ് സമ്മതിച്ചത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അതേ ഒരു നിവൃത്തിയുള്ളൂ, അല്ലാതെ അയാളുടെ സ്വന്തം മോളെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുവാണ്, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ഏതോ ഒരു തെരുവിൽ കിടന്ന തെരുവിലെ വേശിക്കൊണ്ടായ മകൾക്കല്ല എന്ന് പറയുമ്പോഴേക്കും നല്ല ദേഷ്യം
ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഗംഗാധരന്. കാരണം ഈ വേശ്യ എന്ന് വിളിക്കുന്ന സ്വന്തം ആയി തന്നെയാണ് എന്ന് വൈജയന്തിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, പണ്ട് ആഗ്ര പട്ടണത്തിൽ നീ ഇങ്ങനെയായിരുന്നു എന്ന്. അന്നേരം വൈജയന്തി ചോദിക്കുക, എന്തിനാ ഗംഗേട്ടൻ എപ്പോഴും ഈ ആഗ്രയിലെ കാര്യം എടുത്തിരുന്നത്? അത് 10-23 വർഷം മുമ്പ് നടന്നു പോയതല്ലേ എന്ന് വയ്ക്കുമ്പം അങ്ങനെ തന്നെയല്ലായിരുന്നു ബാലേന്ദ്രൻ്റെ ജീവിതത്തിലും. പിന്നെ ഇപ്പം അതിലൊരു കുട്ടിയുണ്ട് എന്ന് അറിഞ്ഞു. അതേ അവസ്ഥ നിനക്കുണ്ടായ നീ എന്ത് ചെയ്യും? നീ അന്ന് പ്രസവിച്ച ആ കുഞ്ഞ് വളർന്ന് വലുതായി നിൻ്റെ അടുത്ത് വന്ന് അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അന്നേരം ആട്ടിപ്പായിക്കുമോ? നീ ഒരു അമ്മയാണെങ്കിൽ നിന്നെക്കൊണ്ട് അത് സാധിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന ഗംഗാധരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ വൈജയന്തിക്ക് യാതൊരു മാറ്റമില്ല. വൈജയന്തി പറയുന്നുണ്ട്, എന്താണെങ്കിലും വൈജയന്തി താമസിക്കുന്ന വീട്ടിൽ അലീന ഉണ്ടാകുകയില്ല. വൈജയന്തിക്ക് അങ്ങനെയാണെങ്കിൽ വൈജയന്തി വേറെ വീട്ടിലേ താമസിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇറങ്ങി വന്നിട്ട് ബാലേന്ദ്രനോട് സംസാരിക്കുന്ന ഗംഗാധരനെ കാണിക്കുന്നുണ്ട്. അന്നേരവും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്തേ, തൊഴുതു പിടിച്ച് അവളുടെ മുമ്പിൽ പോയി നിന്നിട്ട് പറയാം, ഇഷ്ടം പോലെ രാജ്ഞി എന്ത് വേണമെങ്കിലും കരുതിക്കോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഏത് പരപുരുഷൻ്റെ കൂടെ വേണമെങ്കിലും ജീവിച്ച് കുട്ടികളെ ഉണ്ടാക്കിക്കോ, ഞാനൊരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് മാറി നിന്നോളാം എന്ന് പറയാം, അത് മതിയോ എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ടും കാണിച്ചത്. ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.